ടോക്സിലേക്ക് സ്വാഗതം. ലൂക്ക 3:22. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്ക 4:18-19. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യോർദാൻ നദിയിൽ വെച്ച് ഈശോ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു അവിടെ നിന്ന് മരുഭൂമിയിലേക്ക് പോയി. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അവിടെ 40 ദിവസം താമസിച്ചു. ആ 40 ദിവസവും അവൻ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനെ പരീക്ഷിക്കാൻ വന്നു. പിശാച് യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. അപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് യേശുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും യേശുവിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഇതെല്ലാം എന്റെ അധികാരത്തിലാണ്. നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം. അപ്പോൾ യേശു പറഞ്ഞു, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി ജെറുസലേമിലെ ദേവാലയ ശൃംഗത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്റെ പാദം കല്ലിൽ തട്ടാതെ മാലാഖമാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ഈശോയുടെ അടുത്ത് ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ പിശാച് യേശുവിനെ വിട്ടുപോയി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. എല്ലാവരും അവന്റെ വചനം കേട്ട് അത്ഭുതപ്പെട്ടു, അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. ഒരു സാബത്തിൽ അവൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ശുശ്രൂഷകൻ യേശുവിനെ കൈ കൊടുത്തു. യേശു അത് തുറന്ന് വായിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അവൻ ഈ വചനം വായിച്ചതിന് ശേഷം പുസ്തകം അടച്ച് അവിടെ ഇരുന്നു. അവൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ പ്രബോധനം കേട്ടപ്പോൾ സിനഗോഗിലെ എല്ലാവരും അവനെ പുകഴ്ത്തി. ഇവൻ ആ ജോസഫിന്റെ മകനല്ലേ എന്ന് വരെ അവർ പറഞ്ഞു.
അപ്പോൾ ഈശോ പറഞ്ഞു, വൈദ്യ, നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുവിൻ എന്ന് ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങൾ തീർച്ചയായും കഫർനാമിൽ ചെയ്ത അത്ഭുതം ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും എന്ന് യേശു പറഞ്ഞു. ഏലിയാ പ്രവാചകന്റെ കാലത്ത് സറപ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്ക് അല്ലാതെ വേറെ അനേകം വിധവകളുണ്ടായിരുന്നു ഇസ്രായേലിലെ. അപ്പോൾ സറപ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റാരുടെ അടുത്തേക്കും അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് നാമാനല്ലാതെ വേറെ ആരും സൗഖ്യമാക്കപ്പെട്ടില്ല. നാമാന്റെ കുഷ്ഠമാണ് സൗഖ്യപ്പെടുത്തിയത്. ഇതൊക്കെ കേട്ടപ്പോഴത്തേനും അവർക്ക് യേശുവിനോട്, സിനഗോഗ് അധികാരികൾക്ക്, സിനഗോഗിലുള്ളവർക്ക്, ജനങ്ങൾക്കെല്ലാം യേശുവിനോട് ദേഷ്യം തോന്നി. യേശുവിനെ അവര് മലയിൽ നിന്ന് താഴേക്ക് ഉന്തിയിട്ട് കൊല്ലാൻ തുടങ്ങി. യേശു അവിടെ വിട്ടുപോയി. ഗലീലയിലേക്ക് വന്നു. ഗലീലയിൽ വന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു പിശാച് ബാധിതനുണ്ടായിരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, നസ്രായനായ യേശുവേ, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, മിണ്ടരുത്, ഇവനെ വിട്ട് പുറത്തു പോവുക. അപ്പോൾ പിശാച് എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിനു ശേഷം പുറത്തുപോയി. യേശു അവിടെ നിന്ന് സിനഗോഗിലേക്ക് വന്നു. അപ്പോൾ സിനഗോഗിൽ പത്രോസ് ഉണ്ടായിരുന്നു. അപ്പോൾ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോന്റെ വീട്ടിലേക്ക് ഈശോ പോയി. ശിമയോന്റെ അമ്മായിയമ്മ പനി ബാധിച്ചു കിടപ്പായിരുന്നു. യേശു അവൾക്ക് വേണ്ടി അവനോട് സഹായം അഭ്യർത്ഥിച്ചു. അവൻ അവളെ തൊട്ട് സുഖപ്പെടുത്തി. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ അനേകം രോഗികളെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെയെല്ലാം സുഖപ്പെടുത്തി. അനേകം പേരുടെ പിശാചബാധ ഒഴിച്ചു. അങ്ങനെ അവന്റെ കീർത്തി നാടെങ്ങും പരന്നു. ദൈവകൃപയും ആത്മാവിന്റെ നിറവും നമുക്ക് കിട്ടാനും നമുക്ക് ആത്മാർത്ഥമായി യേശുവിനോട് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപാവരം നമുക്ക് കിട്ടാൻ യേശുവിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.